ശ്യാംപ്രസാദ് ഉത്തമനും അരുൺ ശങ്കറും തുടരുന്നുണ്ട്. അരുണിലേക്ക്. അരുൺ, കോടതിയിൽ എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനാവുന്നത് എന്തൊക്കെയാണ്? മോദി, ഇപ്പോൾ കോടതി നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങളും നമുക്ക് ലഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കരുത് എന്നൊരു നിലപാടിലാണ്. കാരണം അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ഈ പരാതി കെട്ടി വേഗത്തിൽ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പരാതിക്കാരിയുടെ 164 രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുക. ഈ രഹസ്യമൊഴിയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് കൊച്ചി DCPയോട് നമ്മൾ ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത് അത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെ ചുമത്താൻ കഴിയുമോ എന്ന് നോക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ എല്ലാം വളരെ ചടുല വേഗത്തിലായിരുന്നു പോലീസിൻ്റെ നടപടി. കാരണം ഇന്നലെ വൈകിട്ട് തന്നെ ഹണി റോസിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. മജിസ്ട്രേറ്റ് മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ആ മൊഴി ഇന്നലെ രാത്രി തന്നെ പോലീസ് കൈപ്പറ്റുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഒരു പഴുതും ഉണ്ടാകരുത് എന്ന്. തീർച്ചയായിട്ടും കോടതി നടപടികൾ അവിടെ തുടങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ പരുക്കുകൾ ഉണ്ടെന്ന് ബോബി 2 ദിവസം മുൻപ് വീണതാണെന്നും പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ ഇതിൽ പരാതിയില്ല എന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. ഇപ്പോൾ ജാമ്യ ഹർജിയിൽ വാദം തുടങ്ങിയിരിക്കുകയാണ്. കോടതി വ്യവഹാരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇവിടെ നിന്നും വിശദാംശങ്ങളുമായാണ് അരുൺ ശങ്കറും ശ്യാംപ്രസാദ് ഉത്തമനും ചേരുന്നത്. അരുൺ, തുടരൂ. അതെ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കാം. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കാം. നേരത്തെ തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയാണ് കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ശരീരത്തിൽ ചില പരുക്കുകളുണ്ട്, 2 ദിവസം മുമ്പ് വീണതാണ്, അതിനെ തുടർന്നാണ് പരുക്ക് ഉണ്ടായത്, പോലീസിനെതിരെ ഒരു പരാതിയുമില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യ ഹർജിയിലെ വാദം തുടങ്ങിയിരിക്കുന്നത്. അതേ പ്രാഥമികമായിട്ട് കോടതിയുടെ ചോദ്യത്തിന് തൻ്റെ ശരീരത്തിൽ ചില പരുക്കുകളുണ്ടെന്നും അത് കഴിഞ്ഞ ദിവസം വീടുണ്ടായതാണെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ തനിക്ക് ഒരു പരാതിയുമില്ല. കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം കൊച്ചിയിൽ കൊണ്ടുവരികയും രാത്രിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും തന്നെ പോലീസ് ഒരു തരത്തിലുള്ള വേദനയും സ്വാഭാവികമായും അത് പരിശോധിക്കുന്നതാണ്. അത് ഏതൊരു കേസിന്റെയും ഭാഗമായി സാങ്കേതികമായി ഇത്തരം കാര്യങ്ങൾ ഉള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും അത്തരം പരിശോധന നടത്തിയത്. പക്ഷേ പോലീസിനെതിരെ പരാതിയില്ല, താൻ വീണ് പരിക്കേറ്റതാണ് എന്നാണല്ലോ അരുൺ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ. തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കോടതിയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കോടതി ജഡ്ജി ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ജാമ്യ ഹർജിയിലെ വാദത്തിലേക്ക് പോയിരിക്കുകയാണ്. വളരെ നിർണായകമായ ജാമ്യ ഹർജിയുടെ വാദത്തിലേക്ക് പോയിരിക്കുകയാണ് ഇരു വാദങ്ങൾ. ഇപ്പോൾ പ്രോസിക്യൂഷനാണ് ആദ്യത്തെ വാദം ഉന്നയിക്കുന്നതാണ് അറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ കോടതിക്ക് ഉള്ളിൽ നിന്ന് വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ജാമ്യം ലഭിക്കില്ല, അല്ലെങ്കിൽ കോടതി ജാമ്യം അനുവദിക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇത് സംബന്ധിച്ചൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പോലുമുള്ള അവസരം പോലീസ് നൽകിയില്ല എന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടി ഈ ഹണി റോസിൻ്റെ പരാതി കിട്ടുന്നു. അതിനുശേഷം രാത്രി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് ലൊക്കേറ്റ് ചെയ്യുന്നു. രാവിലെ തന്നെ അദ്ദേഹം താമസിച്ചിരുന്ന എസ്റ്റേറ്റ് വളയുകയും അവിടെ നിന്ന് കസ്റ്റഡി എടുക്കുകയുമാണ് ചെയ്തിരുന്നത്. അതായത് ചടുലമായി തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ പോലുമുള്ള അവസരം ഉണ്ടാക്കാതെ വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിലുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാകേണ്ടി വന്നതും അറസ്റ്റിലാകേണ്ടി വന്നതും. എന്തായാലും പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 164 സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ തന്നെ എടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിരുന്നു. ആ 164 സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ജാമ്യ ഹർജിക്കെതിരെ ഇപ്പോൾ പോലീസ് വാദം നടത്തുകയാണ് എന്നാണ് ഏറ്റവും ആദ്യം അറിയാൻ കഴിയുന്നത്. ഗൗരവമുള്ള കുറ്റമെന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ജാമ്യ ഹർജിയെ പോലീസ് എതിർത്തിരിക്കുകയാണ്. ഗൗരവമുള്ള കുറ്റമാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള തെളിവുകൾ കൂടി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫോൺ പോലീസ് സീസ് ചെയ്തിരുന്നു. അതിനകത്ത് വിശദാംശങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഹണി റോസ് പരാതി നൽകുമ്പോൾ ഈ അധിക്ഷേപം എന്ന് പറയുക മാത്രമല്ല ചെയ്ത്, അധിക്ഷേപം നടത്തിയിട്ടുള്ള
അധിക്ഷേപം നടത്തിയിട്ടുള്ള വീഡിയോ കൂടി നൽകിയിരുന്നു. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അണിറോസ് പരാതി നൽകിയത്. അപ്പോൾ ആ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത. ഇപ്പോൾ ആരോപണം വ്യാജമാണെന്നുള്ളതാണ് എതിർവിഭാഗം, അതായത് പ്രതിഭാഗം അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി ആരുടെ വാദത്തിനൊപ്പം നിൽക്കും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ജാമ്യം ലഭിക്കുമോ അതോ അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുമോ എന്നുള്ളത് അറിയാം. പോലീസ് എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന DCP ഉൾപ്പെടെയുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യം റിമാൻഡിൽ പോയതിനു ശേഷം കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മുൻപ് സംസാരിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കില്ല. പക്ഷേ കോടതിയിൽ എന്ത് നിലപാടാണ് പോലീസ് സ്വീകരിക്കുക എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. എന്തായാലും കുറ്റം ഗൗരവമുള്ളതാണെന്നുള്ളതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഗൗരവമുള്ള കുറ്റമെന്നാണ് പോലീസ് ഹർജിയിൽ പറയുന്ന പോലീസ് ജാമ്യ ഹർജിക്കെതിരെ പറയുന്നത്. പക്ഷേ ഈ ആരോപണം വ്യാജമെന്നാണ് രാമൻപിള്ളയുടെ പ്രതിഭാഗം വക്കീലിന്റെ വാദമുണ്ടായിരിക്കുന്നത്. കോടതി വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ജാമ്യ ഹർജിക്കെതിരെ പോലീസ് പറയുന്നത് ഇത് ഏറ്റവും ഗൗരവമുള്ള കുറ്റമെന്നും ഒപ്പം പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന രാമൻപിള്ള പറയുന്നത് ആരോപണം വ്യാജം എന്നുമാണ്. ബോബി ചെമ്മണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കോടതി വ്യവഹാരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനും അരുൺ ശങ്കറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്യാമിലേക്കാണ്. ശ്യാം, വളരെ ഗൗരവമായ കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ കോടതിയിൽ ഉണ്ടാവുന്നത്. ഗൗരവമുള്ള കുറ്റമെന്ന് പോലീസ് പറയുന്നു. ഒപ്പം തന്നെ പ്രതിഭാഗം വക്കീലായ രാമൻപിള്ള വാദിക്കുന്നത് ഇത് വ്യാജം എന്നാണ്, ആരോപണം വ്യാജമെന്നാണ്. പക്ഷേ പോലീസിന്റെ പക്കൽ അതിശക്തമായ തെളിവുകളില്ലേ? അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ലേ പോലീസിന്? തീർച്ചയായിട്ടും. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളും അടക്കം വെച്ചുകൊണ്ടാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറെ ഗൗരവകരമായി തന്നെ കാണുന്നു. ഈ ഗൗരവകരമായി തന്നെ കാണുന്നതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ തൊട്ടടുത്ത നിമിഷം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് പുലർച്ചയോടുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നു. ഇപ്പോൾ ഇതാ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇനി ഇത്തരത്തിൽ ഒരു പരാതി ഇങ്ങനെ ഉണ്ടാകരുത്, ഇതൊരു മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം, അങ്ങനെ ഒരു കേസായിട്ട് ഇതിനെ കണക്കാക്കണം എന്ന് തന്നെയാണ് പോലീസ് തീർച്ചയായും